ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാം സുഖമല്ലേ? ഇന്ന് 2 ചിത്രശലഭത്തിൻ്റെ കഥയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. കേട്ടു നോക്കാം. കഥയുടെ പേര് ഏരിയും സെഫയും. ഒരു ചെടിയിൽ ചിത്രശലഭം 2 മുട്ടകളിട്ടിരുന്നു. അവ വിരിഞ്ഞ് 2 മനോഹരികളായ ചിത്രശലഭങ്ങൾ പുറത്തേക്ക് വന്നു. അതിൽ ഒരു ചിത്രശലഭം നീല നിറത്തിൽ ആകാശത്തെപ്പോലെ സുന്ദരിയായിരുന്നു. അവളാണ് ഏരി. മറ്റേ ചിത്രശലഭമാകട്ടെ സ്വർണ്ണ നിറത്തിൽ പവിഴത്തെപ്പോലെ തിളങ്ങുന്നവളും. അവളുടെ പേര് സെഫ എന്നുമാണ് കേട്ടോ. ഇവർ 2 പേരും വളരെയേറെ അടുത്തു, കൂടപ്പിറപ്പുകളെപ്പോലെ തന്നെ. പതിയെ അവർ പറക്കാൻ തുടങ്ങി. ചിറകുകൾക്ക് ബലം വെച്ചിട്ടില്ലാത്തതിനാൽ പതുക്കെയാണ് അവർ പറന്നത്. പതിയെ പതിയെ അവർ പൂന്തോട്ടത്തിന് മുകളിലൂടെയും പുൽമേടുകളിലൂടെയും പറന്നു. പിന്നീട് ഒരു അരുവിയുടെ മുകളിലൂടെ അവർ പറന്നപ്പോൾ അവർ അവരുടെ പ്രതിബിംബം ജലത്തിൽ കണ്ട് അത്ഭുതപ്പെട്ടു. എന്തൊരു ഭംഗിയാണ് തങ്ങളെ ഇരുവരെയും കാണാൻ! അവർക്ക് രോമാഞ്ചം അനുഭവപ്പെട്ടു. തങ്ങളുടെ ചിറകുകൾക്ക് ഇപ്പോൾ നല്ല ശക്തിയുണ്ട്. അതുകൊണ്ട് മറ്റു സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കാണണമെന്ന് സെഫ ഏരിയോട് പറഞ്ഞു. ഏരിക്ക് പേടി തോന്നി. പക്ഷെ സെഫയ്ക്ക് പോകണമെന്ന് വാശിയായി. ഏരി സെഫയോട് ചോദിച്ചു, ശക്തമായ കാറ്റ് വന്നാലും മഴ വന്നാലും നമ്മുടെ ചിറകുകൾ നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കാതെ വരും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ 2 പേരും വഴിതെറ്റി പിരിഞ്ഞു പോയാൽ എന്തു ചെയ്യുമെന്ന്. ഇത് കേട്ട് സെഫ പറഞ്ഞു, നമ്മൾ ഒരുമിച്ചുണ്ടെങ്കിൽ നമുക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല എന്ന്. അങ്ങനെ അവർ യാത്ര തുടങ്ങി. കുറേ ദൂരം ചെന്നപ്പോൾ അതാ അകലെയായി ഭംഗിയുള്ള നഗരം. അവർക്ക് സന്തോഷമായി. അപ്പോൾ തന്നെ അവർ പറക്കാൻ തുടങ്ങി. പെട്ടെന്ന് ശക്തമായ കാറ്റ് വീശി. അവർ തമ്മിൽ പിരിഞ്ഞു. പല വഴിക്കായി. നല്ല മഴയും പെയ്തു. അപ്പോൾ ഏരി സെഫയെ അന്വേഷിച്ചു. കുറച്ചു ദിവസം നടന്നു. പക്ഷേ അവളെ കണ്ടുകിട്ടിയില്ല. അവളുടെ ചിറകുകൾ തളർന്നു. അവൾ ഒരു വലിയ ആൽമരത്തിൻ്റെ കീഴിൽ അഭയം പ്രാപിച്ചു. എന്നിട്ട് വളരെ വിഷമത്തോടെ അവിടെ നിന്നു. അപ്പോൾ സൂര്യൻ്റെ ഒരു കിരണം അവളുടെ ശരീരത്തിൽ കൊണ്ടു. ആ പ്രകാശത്തിൽ അവൾ കണ്ടു, അതാ സെഫ, തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി സെഫ. അവർ തമ്മിൽ കണ്ടു. അവർക്ക് സന്തോഷമടക്കാനായില്ല. അവർ 2 പേരും കൂടി നൃത്തം ചെയ്തു. സെഫ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ആർക്കും പിരിക്കാൻ കഴിയില്ലെന്ന്. അപ്പോൾ ഏരി പുഞ്ചിരിച്ചു. അവർ വീണ്ടും യാത്ര തുടങ്ങി. ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? സ്നേഹവും ധൈര്യവും ഉണ്ടെങ്കിൽ നമുക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയും. നമുക്ക് നമ്മളിൽ വിശ്വാസവും ജീവിതത്തിൽ എന്നും പ്രതീക്ഷയും ഉണ്ടാവണം. ഇനി നല്ലൊരു കഥയുമായി മറ്റൊരു ദിവസം കാണാം.